കാടിനു നടുവിലെ തമ്പുരാട്ടിക്കുളം. കാനന ഭംഗിയുടെ നിഗൂഢ സൗന്ദര്യം തുടിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് കൊമ്പൈക്കാട് വനമേഖലയിലുള്ളത്. 2 കിലോമീറ്ററിലധികം കാടിനകത്തുകൂടി നടന്നു വേണം ഈ തടാകം കണ്ടെത്താൻ. കാടിൻ്റെ ലാസ്യഭാവങ്ങൾ ആസ്വദിച്ച് നടക്കാം. ഉന്മേഷം പകരുന്ന ശുദ്ധവായു, കാടിൻ്റെ മണം. ഒരിക്കൽ ചെന്നാൽ വീണ്ടും വീണ്ടും ചെല്ലാൻ തോന്നുന്ന വശ്യ സൗന്ദര്യം ഒളിപ്പിച്ചിരിക്കുന്ന ഈ കാട്ടിലും പ്രചരിക്കുന്നു ഉറവിടമില്ലാത്ത ഒരു തമ്പുരാട്ടിയുടെ കഥ. പ്രണയമോ ചതിയോ ആത്മഹത്യയോ, തമ്പുരാട്ടി കാമുകനെ ചതിച്ചതോ കാമുകൻ തമ്പുരാട്ടിയെ ചതിച്ചതോ, അതോ രണ്ടുപേരുടെയും വീട്ടുകാർ ഇരുവരെയും ചതിച്ചതോ? എന്തായാലും തമ്പുരാട്ടി ഈ കുളത്തിൽ ചാടി മരിച്ച് യക്ഷിയായി മാറി. അതാണ് കഥയുടെ പരിസമാപ്തി. ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഞാൻ ആ തടാകത്തിനരികിലെത്തിയത്. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം. വിശാലമായി നീന്തി കുളിച്ചപ്പോൾ അതുവരെ നടന്നു തളർന്ന് ക്ഷീണം മാറി. ആരുടെയും ശല്യമില്ല. ചുറ്റും വലയം ചെയ്ത കാട് മാത്രം. ആ കുളത്തിൻ്റെ കരയിൽ നിറയെ പാറക്കൂട്ടങ്ങളായിരുന്നു. അതിലൊരു പടർന്ന പാറയ്ക്ക് മുകളിൽ ഞാൻ ക്യാമ്പ് ടെൻറ്റ് റെഡിയാക്കി. കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് സന്ധ്യയ്ക്ക് വെളിച്ചം മറയുന്നതുവരെ പുസ്തകം വായിച്ചിരുന്നു. രാത്രിയായപ്പോൾ കാറ്റിൻ്റെ തണുപ്പ് കൂടി തുടങ്ങി. ടെൻറ്റിനകത്ത് കുറേ നേരം മൂടി പുതച്ച് ഉറങ്ങാതെ ഇരുന്നു. പക്ഷെ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഏറ്റവും സുഖകരമായ ഉറക്കം. തമ്പുരാട്ടി യക്ഷി വന്ന് ചോര കുടിക്കുന്ന കഥകളാണ് ഞാൻ കേട്ടിരുന്നത്. ഞാൻ ഉറങ്ങിക്കിടന്നാലും അവർക്ക് ചോര കുടിക്കാം. പക്ഷേ തമ്പുരാട്ടി വന്നില്ല.